വിശേഷം പറയുന്ന കൂട്ടത്തിൽ നിധി നികേഷിനെ കൂടെ അന്വേഷിക്കും. അവനെ വിഷമമൊന്നുമില്ലല്ലോ. സുഭാഷ് പറയും വിഷമമില്ലാതിരിക്കുമോ, പതിയെ ശരിയായിക്കോളും. രാത്രി സുഭാഷ് വീട്ടിൽ വരുമ്പോൾ അവിടെ വെളിച്ചമൊന്നും ഉണ്ടാവില്ല. സുഭാഷ് പറയും ഇവിടെ ആരും ഇല്ലേ. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ പനിച്ച് വിറച്ച് കിടക്കുന്ന നികേഷിനെയാണ് കാണുന്നത്. സുഭാഷ് ചോദിക്കും നീ മരുന്നൊന്നും കഴിച്ചില്ലേ? എടാ സുധീഷേ. സുഭാഷ് അങ്ങനെ വിളിക്കുമ്പോൾ നികേഷിനും സുധീഷേട്ടനൊന്നും ഇല്ല ഇവിടെ. സുധീഷേട്ടൻ രാവിലെ തന്നെ പോയി. സുഭാഷ് പറയും ഇത്രയും പരിക്കുന്ന നിന്നെ ഇവിടെ ഇട്ട് അവൻ പുറത്തു പോകണമെങ്കിൽ അവൻ എന്ത് മനുഷ്യനാ. നീ എനിക്ക് വാ ഹോസ്പിറ്റലിൽ പോവാം. നികേഷ് പറയും അതൊന്നും വേണ്ട ഏട്ടാ. സുഭാഷ് നിർബന്ധിച്ച് നികേഷിനെ അവിടുന്ന് കൊണ്ടുപോവാണ്. ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും സുധി സോറി എന്ന് പറഞ്ഞ കാർഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പറയും അയാൾ എന്തൊരു എഫേർട്ടാണ് എടുക്കുന്നത്. എൻ്റെ കാമുകനൊക്കെ മൈൻഡ് പോലും ചെയ്യാറില്ല, ഒട്ടും റൊമാൻറ്റിക്കും അല്ല. ഒരു തവണ ബീച്ചിൽ പോയിരുന്നപ്പോൾ അയാൾ ഓഹരി വിപണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിധി അങ്ങോട്ട് വന്ന് ചോദിക്കും എന്താ ഇതൊക്കെ. നിധിയുടെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി പറയും ഇത് നിൻ്റെ ആ റിലേറ്റീവ് കൊണ്ട് തന്നതാ. ആര്? സുധീഷോ? അപ്പുറത്തുനിന്ന് ചോദിക്കും സുധീഷ് എന്നാണ് പേര്, നല്ല പേര്, ആള് ജെനുവിനാണ്. ഇങ്ങനെ ഒരു കാമുകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഞാനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെയും കാമുകൻ്റെ പിന്നാലെ പോകാറാ പതിവ്. ശരിക്കും എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നിധി അതിന് മറുപടി പറയാൻ നിൽക്കാതെ റൂമിലേക്ക് പോവാണ്. നിധി റൂമിൽ വന്ന് സുധീഷിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പ്ലക്കാർഡിൽ ഐ ആം സോറി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നിധിയുടെ കൂട്ടുകാരി റൂമിലേക്ക് വരും. അവൾ പറയും ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേ എനിക്കറിയായിരുന്നു അയാൾക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമാണെന്ന്. ശരിക്കും അത് ആരാ? അയാളോടൊന്ന് ക്ഷമിച്ചൂടെ? കണ്ടിട്ട് ഒരു ജെനുവിനായ ആളെപ്പോലെ ഉണ്ട്. നിധി പറയും നീ വിചാരിക്കുന്നവരെ പ്രേമൊന്നുമല്ല, അയാൾ ചെറിയ തെറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. നിധി അവളുടെ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. അവൾ പോയി കഴിയുമ്പോൾ നിധി പിന്നെയും ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. നിധി ജനലിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവിടെ സുധീഷ് നിൽക്കുന്നത് കാണും. നിധി ഒരു ഞെട്ടലോടെ കണ്ണ് തിരുമ്മി ഒന്നുകൂടി നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. നിധിക്ക് മനസ്സിലാവും അതൊരു തോന്നലായിരുന്നു എന്ന്. നികേഷുമായിട്ട് സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ സുധി ഉണ്ടാവും അവിടെ. സുധിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോയി വരിക? സുഭാഷ് ഒന്നും മൈൻഡ് ചെയ്യാതെ അടുക്കളയിലേക്ക് പോവാണ്. ഹരീഷ് സുധീഷിനോട് ചോദിക്കും താനൊരു മനുഷ്യനാണോടോ, വയ്യാത്ത ഇവനെ ഇട്ടച്ച് താൻ ഇവിടുന്ന് പോയില്ലേ? സുധീഷ് പറയും അതിന് വേൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ചെറിയ കുട്ടിയാണോ അല്ലയോ എന്നല്ല, വയ്യാത്ത ഒരാളെ ഇട്ട് പോകാൻ പാടില്ല. സുഭാഷ് ചോദിക്കും നിന്നോട് ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നീ പോവുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ? നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എനിക്കറിയാം. സുധീഷ് നികേഷിനെ തൊട്ട് നോക്കുമ്പോൾ നികേഷ് പറയും ഏട്ടനൊന്നും പോയേ, നിങ്ങൾ കാരണം ഏടത്തി പോയത്. ഞാൻ പനിച്ചു കിടന്നപ്പോൾ ഏടത്തി എന്നെ എന്തുപോലെയാണ് നോക്കിയിരുന്നത്. നിനക്ക് അത്ര ഏടത്തി സ്നേഹമൊന്നും വേണ്ട, ഞാൻ കാരണം അവൾ നിനക്ക് ഏടത്തിയത്. എന്നെ വേണ്ടാത്ത ഒരാളെന്ന് പറഞ്ഞാൽ നിങ്ങളെ വേണ്ടാന്ന അർത്ഥം. നികേഷ് പറയും നിങ്ങളൊരു ഫ്രോഡാ, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് കളവും പറയും, എന്ത് ചെയ്യും. സുധീഷിന് ദേഷ്യം വന്നിട്ട് നികേഷിൻ്റെ തലക്കിട്ട് ജസ്റ്റ് ഒന്ന് തട്ടുകയാണ്. ഇത് കണ്ടിട്ട് ഹരീഷും താൻ എന്തിനാടാ അവനെ അടിച്ചത് അതും പറഞ്ഞ് സുധീഷിനെ പിടിച്ച് തള്ളും. അവർ തമ്മിൽ വഴക്കാകുമ്പോൾ സുഭാഷ് വന്ന് രണ്ടുപേരെയും പിടിച്ച് മാറ്റും. എന്നിട്ട് പറയും തമ്മിൽ തല്ലി ചാവ്. നികേഷ് വാടാന്ന് പറഞ്ഞിട്ട് നികേഷിനെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. നികേഷ് വിഷമം കൊണ്ട് കരയാണ്. നിധിയെ ഒന്ന് ഫോൺ വിളിച്ചു വെക്കും, പക്ഷേ നിധി എടുക്കുന്നില്ല. നിധി കുളി കഴിഞ്ഞ് വരുമ്പോൾ നികേഷിൻ്റെ കോളാണ് കാണുന്നത്. നിധി വേഗം തന്നെ തിരിച്ചു വിളിക്കും. കോള് വരുമ്പോൾ നികേഷ് എടുക്കില്ല. നിധി ഒന്നുകൂടെ വീഡിയോ കോൾ വിളിച്ചു നോക്കും. നികേഷ് അത് എടുത്ത് സംസാരിക്കുകയാണ്. നിധി വയ്ക്കും നീ എന്തിനാ കരയുന്നത്? നികേഷ് പറയും ഞാൻ കരയുന്നൊന്നുമില്ല. നിനക്കെന്താ വയ്യേ? ഒരു ചെറിയ പനി, ഇടത്തേക്ക് അവിടെ സുഖമല്ലേ? നിധി പറയും ആ, ഇന്ന് ഞാൻ പനിച്ച് കിടക്കുമ്പോൾ അമ്മയെ സ്വപ്നം കണ്ടു. ഞാൻ ചെറിയ കുട്ടിയാണ്, അമ്മയ്ക്ക് അതേ സാരി, പക്ഷേ മുഖം മാത്രം ഏടത്തിയുടേതാ. ഏടത്തി ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലേ? വേണ്ട ഏടത്തി, ഇതൊരു സന്തോഷമില്ലാത്ത വീടാ. ഏട്ടത്തി വന്നിട്ട് ഏടത്തിയുടെ സന്തോഷം കൂടി ഇല്ലാതാക്കണ്ട. ഏടത്തി ഹാപ്പി ആയിരുന്നാൽ മതി എവിടെയായിരുന്നാലും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്കും വിഷമമാവും. ബായ് എന്ന് പറഞ്ഞ് നികേഷ് കോള് കട്ട് ചെയ്യണം. കോള് കഴിഞ്ഞ് നികേഷ് അവിടെ ഇരുന്ന് കരയും. രാവിലെ തന്നെ ഒരു ഓട്ടോയിൽ നിധി വീട്ടിലേക്ക് വരികയാണ്. കാണുമ്പോൾ തന്നെ അച്ഛൻ പറയും വാ വാ, പെട്ടി എവിടെ? നിധി പക്ഷേ അതിനൊന്നും മറുപടി പറയില്ല. ഹരീഷ് പറയും ആ ഏടത്തി, കയറി വാ ഏടത്തി. ഹരീഷേ സുഖമാണോ? ഹരീഷ് പറയും അതെ, ഏടത്തിക്കോ? നിധി പറയാം ആ. സുഭാഷ് ഏട്ടാ ഏടത്തി. അകത്ത് ചെല്ലുമ്പോൾ നികേഷ് കിടക്കുകയാണ്. സുഭാഷ് പറയും മോളെ എങ്ങനെ അറിഞ്ഞു നികേഷിന് പനിയാണെന്ന്? നികേഷ് പറയും ഞാൻ ഇന്നലെ ഏടത്തിയോട് പറഞ്ഞിരുന്നു. നിധി ചോദിക്കും നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? നിനക്കെന്താ ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്? സുധീഷ് അങ്ങോട്ട് വന്ന് നിധിയെ കണ്ട് ഞെട്ടാണ്. സുധീഷിന് വല്ലാത്ത സന്തോഷമാവും. സുധീഷ് ചോദിക്കും നിധി എങ്ങനെയാണ് വന്നത്? നിധി പക്ഷേ അതിനൊന്നും മൈൻഡ് ചെയ്യില്ല. സുധീഷിൻ്റെ ഓരോ ചോദ്യം കേട്ട് ഹരീഷ് ഇങ്ങനെ ചിരിക്കും.